ഭക്തസഹസ്രങ്ങൾക്ക് ദർശനപുണ്യമേകി ആദിപരാശക്തി ഭദ്രവിളക്കമ്മയുടെ തിരുവുത്സവത്തിന് സമാപനം. പ്രധാന ഉത്സവ ദിനത്തിൽ നടന്ന ഘോഷയാത്രയിലും മാന്ത്രിക വിളക്ക് ദർശനത്തിലും സംബന്ധിക്കാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് എത്തിച്ചേർന്നത്. കങ്ങഴ, പത്തനാട്, പടിഞ്ഞാറേമന ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് 3 ദിവസങ്ങളായി നടന്നുവന്ന തിരുവുത്സവ ചടങ്ങുകൾക്കാണ് ഇന്ന് പരിസമാപ്തിയായത്. ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും വടവാതൂർ കുഞ്ഞുഞ്ഞശാന്തികളുടെ നേതൃത്വത്തിലുമായിരുന്നു പൂജാ ചടങ്ങുകൾ. രാവിലെ 9-ന് മധുദേവാനന്ദ തിരുമേനികളുടെ നേതൃത്വത്തിൽ പൂമൂടലും അനുഗ്രഹ പ്രഭാഷണവും നടന്നു. ഉച്ചകഴിഞ്ഞ് 3-ന് വർണ്ണശബളമായ ഘോഷയാത്ര മനയിൽ നിന്നും പുറപ്പെട്ടു. ചെണ്ടമേളം, വേലകളി, കുംഭകുടം എന്നിവയുടെ അകമ്പടിയോടെ പുറപ്പെട്ട ഘോഷയാത്രയിൽ പൂത്താലമേന്തിയും മുത്തുക്കൂടകൾ വഹിച്ചും അമ്മയുടെ ഭക്തർ അണിനിരന്നു. ഇളക്കാട് കാണിക്കമണ്ഡപം, പത്തനാട് ജംഗ്ഷനിലെ അയ്യപ്പ ക്ഷേത്രാങ്കണം എന്നിവിടങ്ങളിലൂടെ കടന്നുപോയ ഘോഷയാത്ര പത്തനാട് സർവീസ് സ്റ്റേഷൻ പടിയിലൂടെ കർമ്മസ്ഥാനത്ത് തിരികെയെത്തി. തുടർന്ന് അമ്മയുടെ തിരുവാറാട്ട്. കുഞ്ഞുഞ്ഞശാന്തികളുടെ നേതൃത്വത്തിൽ നടന്ന തിരുവാറാട്ടിന് ശേഷം കർമ്മസ്ഥാനത്തേക്ക് തിരികെ എഴുന്നള്ളിയ ദേവിക്ക് കർമ്മസ്ഥാനം ഭക്തജനസമിതിയും ആത്മീയ പ്രചാരസഭയും ചേർന്ന് സ്വീകരണമൊരുക്കി. കലാപീഠം മിഥുനൊരുക്കിയ സോപാന സംഗീതത്തിൽ ആറാടി അമ്മയുടെ മഹാദീപാരാധന നടന്നു. പ്രദീപ് കാടമുറി ഇടക്കയിൽ സംഗീതമൊരുക്കി. കാഴ്ചശീവേലിയെ തുടർന്ന് ദീപക്കാഴ്ചയും നടന്നു. 7-ന് അമ്മയുടെ മാന്ത്രിക വിളക്ക് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളി. വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന വിളക്കിൽ നിന്നുള്ള മാന്ത്രിക കുങ്കുമം പ്രശസ്ത നർത്തകനും നടനുമായ പ്രൊഫസർ R.V. രാമകൃഷ്ണൻ ഏറ്റുവാങ്ങി. പ്രിയ ഭക്തജനങ്ങളെ, ഇന്ന് ഈ ക്ഷേത്രത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നതിനായി തിരുമേനി കേരള കലാമണ്ഡലത്തിലേക്ക് നേരിട്ട് വന്നിട്ടാണ് ഇവിടേക്ക് ക്ഷണിച്ചത്. അപ്രതീക്ഷിതമായ അദ്ദേഹം ഇന്നിപ്പോൾ ഇവിടെ സന്നിഹിതനല്ല. എങ്കിലും നിറഞ്ഞ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ ഏറ്റവും വിശിഷ്ടമായ ദർശനമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകുന്ന ദീപം തന്നെയാണ്. അത് ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കെല്ലാം ദർശിക്കാവുന്ന രീതിയിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് കാണാവുന്ന രീതിയിൽ ദർശനം ലഭിക്കുന്ന ഈ നിമിഷം പുണ്യനിമിഷമായി കരുതുന്നു. അതോടൊപ്പം ഈ ക്ഷേത്രത്തിലേക്ക് ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചതും ഒരു മഹാഭാഗ്യമായി കരുതുന്നു. അപർണ മധു പടിഞ്ഞാറേമന രാമകൃഷ്ണനെ പൊന്നാട അണിയിച്ചു. തുടർന്ന് കർമ്മസ്ഥാനത്തിൻ്റെ മൊമൻറ്റോയും സമ്മാനിച്ചു. ആദ്യ താമ്പൂല സമർപ്പണം സിനിമാ സീരിയൽ താരം ലിഷോയി നിർവഹിച്ചു. നടനും ഗായകനുമായ മനോജ് തിരുമംഗലം, നടൻ നന്ദകിഷോർ എന്നിവർക്കും ആദരവ് നൽകി. കർമ്മസ്ഥാനം അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്തനാട്, പ്രസിഡന്റ് ഹരികൃഷ്ണൻ ഇളംകുളം തുടങ്ങിയവർ താമ്പൂല സമർപ്പണ സമ്മേളനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് കലാമണ്ഡപത്തിൽ കൈകൊട്ടിക്കളിയും നടന്നു. വ്യാഴാഴ്ച രാവിലെ നടന്ന ശുദ്ധി കലശത്തോടെയാണ് ചടങ്ങുകൾക്ക് പരിസമാപ്തിയായത്. കുപ്പി വള്ള കിലുക്കി